അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. എന്റെ മകന് ഇപ്പൊ രണ്ടാഴ്ച മുമ്പുണ്ടായ സംഭവം. എന്റെ മകന് സിനിമയിൽ ഒരു വലിയ നടന്റെ മകനായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. എന്റെ വൈഫ് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയം, മയക്കുമരുന്ന്. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഞാൻ പറഞ്ഞത് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കച്ചവടം നടത്തുന്നൊന്നുമില്ല, അവന് വിട്ടുന്ന വെച്ച് കുഴപ്പമില്ല. പക്ഷേ ഈ 17-18 വയസ്സിലാണ് ഏറ്റവും കൂടുതൽ വഴി നിൽക്കുന്നത്. അതുകൊണ്ട് ആകെ ഒരു മകനാണ് എനിക്ക്. തടയരുത്. ഈ അടുത്തൊരു സിനിമാ താരം എന്നോടൊപ്പം അഭിനയിച്ചപ്പോ അദ്ദേഹം ലഹരിക്ക് അടിമയാണ്. അദ്ദേഹത്തിന്റെ പല്ല് പൊടിഞ്ഞു തുടങ്ങി. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. പല യുവജനങ്ങളും പറയും അവൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ലൈറ്റ് പോലെയാണ്, അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. പക്ഷെ അതിന്റെ ആ ഫിലമെന്റ് അടിച്ചു പോയാൽ പിന്നെ തിരിച്ചു വിടും. കൗതുക ലേശം കൂടുതലാണ്. ബോധാവ് എന്ന് പറഞ്ഞും കേരള പോലീസിന്റെ മയക്കുമരുന്നിനെതിരെയുള്ള ആ നീക്കത്തിലെ ഒരു അംബാസഡറായിട്ട് തന്നെ അവർ തെരഞ്ഞെടുത്തിട്ടുണ്ട് കേരള പോലീസ്. ഞാനൊരു വലിയ സംഭവം അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിനും നമ്മളെ യുവത്വത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ യുവാക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് നമ്മൾ ആണ് മുൻകൈ എടുത്ത് നിൽക്കേണ്ടത്. നിങ്ങൾ യുവാക്കളാണ് അതിന് മുന്നിൽ നിൽക്കേണ്ടത്. A few moments later. നടൻ ടിനി ടോമിന്റെ മകനെതിരെ കഞ്ചാവ് കേസ്. ആദം ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് കഞ്ചാവ് കൈവശം വെച്ചതിന് കേസെടുത്തത്. 4 ഗ്രാം കഞ്ചാവാണ് ഇവരുടെ പക്കൽ നിന്നും പിടികൂടിയത്. കുടുംബത്തിന് നാണം കെടുത്താൻ ജനിച്ച തെണ്ടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. ഇന്നലെ രാത്രി, അതായത് ഏകദേശം 8:45 കൂടി തന്നെ തൃപ്പൂണിത്തുറയിലെ അമ്പലമുകളിനടുത്ത് ഇരുമ്പലത്ത് നിന്നുമാണ് ഇവരെ 3 പേരെയും ഹിൽ പാലസ് പോലീസ് പിടികൂടുന്നത്. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ. അതിന്റെ പോക്കറ്റിൽ നിന്ന് നടത്തിയ പരിശോധനയിലാണ് സിപ്ലോ കവറിലാക്കി സൂക്ഷിച്ച ഈ 4 ഗ്രാമോളം കഞ്ചാവ് പിടികൂടിയത്. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. നീ ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.